പക്ഷേ ഇതിനെ പരിഹസിക്കുന്നവരൊന്നുണ്ട്. കാരണം ഒരു ചെണ്ടും നാരങ്ങയും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ബന്ധത്തെ സ്വാധീനിക്കുന്നതെന്ന്. അതിനും കാര്യമുണ്ട്. ജയറാംജി, മുൻപൊക്കെ ഈ വിവാഹ സൽക്കാരങ്ങളിലൊക്കെ ചെണ്ട നാരങ്ങയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആയിരത്താണ്ടുകളായിട്ടുള്ള ഭാരതത്തിലുള്ള ആചാരത്തിൻ്റെ ഭാഗമാണത്. ആചാരവും അനുഷ്ഠാനവും തലമുറകളായിട്ട് അനുഷ്ഠിച്ചു പോന്നിരുന്നതാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം എന്തെന്നാൽ, നാരങ്ങ എന്ന ഫലത്തിനുള്ള പ്രത്യേകത ശുദ്ധീകരണ ശേഷിയുണ്ട്. പിന്നെ നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു ഫലമാണിതെന്നാണ് വിശ്വാസം. അപ്പോൾ ഒരു ആസുരികമായ ശക്തികളും നെഗറ്റീവ് എനർജികളും സമൂഹത്തെ ബാധിച്ചേക്കുന്നതിനെ ഉൾക്കൊണ്ട് അതിനെ ശുദ്ധമാക്കാനും നവമാക്കി വായുവിനെ ശുദ്ധീകരിക്കാനുമുള്ള ശേഷിയുള്ള ഏക ഫലമാണ് നാരങ്ങ. അതുകൊണ്ടാണ് പലപ്പോഴും ദൃഷ്ടിദോഷം മാറാനായിട്ട് 7 പച്ചമുളകും നാരങ്ങയും കൂടെ കോർത്തിടുന്ന സമ്പ്രദായം ഭാരതത്തിൽ എവിടെയും പരമ്പരാഗതമായിട്ട് അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അത് ഈ ശുദ്ധീകരണ ശേഷിയുടെ ഭാഗമായിട്ടാണ്. കാരണം ദൃഷ്ടിദോഷത്തിനായിട്ട് കടയുടെ വാതിക്കൽ കെട്ടി തൂക്കാറുണ്ട് മംഗളകർമ്മങ്ങൾ നടക്കുന്നിടത്ത്. അതുപോലെ ആദ്യമായിട്ട് വണ്ടി മേടിച്ച് റോഡിൽ ഇറക്കുമ്പോൾ നാരങ്ങയിൽ കൂടി ഓടിച്ച് പൊട്ടിച്ച് പുറത്തിറക്കാറുണ്ട്. ആസുര ശക്തികളെയും നെഗറ്റീവ് ചിന്തയെയും നെഗറ്റീവ് എനർജിയെയും അബ്സോർബ് ചെയ്യാനുള്ള ശേഷിയുള്ള ഫലമായ നാരങ്ങയെ വിവാഹ ചടങ്ങിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാന അർത്ഥം എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പല സംസ്കാര പശ്ചാത്തലത്തിലുള്ള ആൾക്കാരാണ് വരുന്നത്, പല സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ളവരാണ്, പല സാമൂഹിക പശ്ചാത്തലത്തിലുള്ളവരാണ് ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ഇവരിലൊക്കെ ഉണ്ടാകാവുന്ന നെഗറ്റീവ് ചിന്തകളുണ്ട് ഈ ചടങ്ങിനെ സംബന്ധിച്ച്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളിത്തമാകാം, ഇതിൻ്റെ അകത്ത് പണം ചെലവാക്കലാകാം, ഇതിൻ്റെ അകത്ത് സദ്യവട്ടത്തിൻ്റെ ബാഹുല്യമാവാം. നമുക്ക് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന നെഗറ്റീവ് ചിന്തകളെ ആഗിരണം ചെയ്ത് അത് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. നാരങ്ങ കൊടുക്കുന്നതോട് അവർ തന്നെയാണ് കൈ പിടിക്കുന്നത്. അവരുടെ നെഗറ്റീവ് ചിന്തകളെ ആവാഹിച്ച് അവർ തന്നെ അത് കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നെഗറ്റീവ് ചിന്താഗതി ഇല്ലാതായി എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകുന്നു. അതോടൊപ്പം ചെണ്ട എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു 3 അങ്കുലം നീളമുള്ളൊരു കമ്പിൽ പഞ്ഞിയിൽ സുഗന്ധവസ്തു പുരട്ടി വർണ്ണക്കടാസിൽ പൊതിഞ്ഞ് സ്വർണ്ണനൂല് കൊണ്ട് ബന്ധിച്ച ഒരു വസ്തുവാണ് ചെണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബ ബന്ധത്തിൻ്റെ ആധാരം, ഒരു ജീവിയുടെ ആധാരം എന്ന് പറയുന്നതിൻ്റെ നട്ടലാണ് അതിനെ നേരെ നിർത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ബന്ധത്തിൻ്റെ ആധാരം അതിൻ്റെ സ്റ്റഡിയായിട്ട് സ്റ്റേണായിട്ടുള്ള നിലനിൽപ്പാണ്. അപ്പോൾ സ്റ്റേണായിട്ടുള്ള കുടുംബ ബന്ധത്തിൻ്റെ അതിൻ്റെ ബലത്തെയും സൂചിപ്പിക്കുന്നതാണ് ആ സ്റ്റിക്ക്, ആ ഈർക്കിലി. അതോടൊപ്പം പഞ്ഞി കാണിക്കുന്നത് മൃദുത്വം, സംവേദനക്ഷമത. വെള്ളത്തിനെയും എണ്ണയും എന്തിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി പഞ്ഞിക്കുണ്ട്. എന്നാൽ അത് സ്വയം ഭാരമില്ലാത്ത വസ്തുവാണ്. അപ്പം എന്തിനേയും സംവേദനം ചെയ്യാനുള്ള ശേഷിയെ ഉള്ള പഞ്ഞിയും ആ പഞ്ഞിയിൽ സുഗന്ധതൈലം മുക്കി, അതോടൊപ്പം വർണ്ണക്കടലാസ് സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. അതിൻ്റെ അകത്ത് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പ്രതീക്ഷയുണ്ട്, പലവിധ വികാരങ്ങളുടെയും പലവിധ ചിന്തകളുടെയും ഒക്കെ അനന്തരഫലമാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിതത്തിനെയാണ് പലവിധ വർണ്ണങ്ങളിലുള്ള കടലാസ് സൂചിപ്പിക്കുന്നത്. ആ വർണ്ണക്കടലാസ് കൊണ്ട് അതിൽ ചുറ്റി പ്രതീക്ഷയും പ്രത്യാശയുമാകുന്ന സ്വർണ്ണനൂല് കൊണ്ട് ബന്ധിച്ച് ഇതിനെ ഒരു സംതൃപ്തമായ ഒരു വിജയകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു ചെണ്ടിനെ കൽപ്പിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് ഊർജം നഷ്ടപ്പെട്ട ആ സമൂഹത്തിലേക്ക് സുഗന്ധം, പുതിയ ചിന്തകൾ, മംഗളഗന്ധം, ആധ്യാത്മികത എന്നീ സുഗന്ധത്തെ പ്രവഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് പരമ്പരാഗതമായിട്ട് ചെമ്പകം, മുല്ല ഇതുപോലുള്ള പുഷ്പസുഗന്ധങ്ങളായിരുന്നു. ഇന്നാണ് ആർട്ടിഫിഷ്യൽ സ്മെല്ലുകൾ ഇഷ്ടം പോലെ വന്നത്. പണ്ട് അങ്ങനെയല്ല, യഥാർത്ഥ പുഷ്പസുഗന്ധങ്ങളായിരുന്നു സമൂഹത്തിൽ ഉപയോഗിച്ചിരുന്നത്. ആ പുഷ്പസുഗന്ധം മുഖ്യ ഈ ചെണ്ടു കൊടുക്കുന്നതോടുകൂടി അവിടുത്തെ നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കി ഈ കുടുംബജീവിതത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് സുദൃഢമായിട്ട് സ്നേഹത്തോടുകൂടി, പരസ്പര സഹവർത്തിത്വത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നിലനിൽക്കാനായിട്ട് ഉള്ള ആശംസ എന്ന നിലയ്ക്ക് അവരിൽ ഓരോരുത്തരിലേക്കും പ്രതീകമായിട്ട് നൽകുകയായിരുന്നു ചെണ്ടും നാരങ്ങയും നൽകുന്നതിൽ കൂടി ചെയ്തിരുന്നത്. ഇന്ന് പരിഷ്കാരം കൂടിയപ്പോൾ സമ്പ്രദായങ്ങളെയും സംസ്കാരത്തിനെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വന്നപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് നഷ്ടമായി. അതുകൊണ്ട് എന്താണ്, ഇന്നൊരു പരിധിവരെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 100 വിവാഹം നടന്നാൽ 95 അടുത്ത വർഷം കുടുംബ കോടതിയിൽ കൂടിച്ചേരുന്ന അവസ്ഥയിലേക്ക് വിവാഹ ജീവിതം, പ്രത്യേകിച്ച് ഹൈന്ദവ വിവാഹങ്ങൾ ആചാരത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും ആഭാസത്തിലേക്ക് മാറുന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. വധുവിനെ കൂട്ടുകാർ വന്ന് സ്റ്റേജിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു, വരൻ ചെന്ന് അവരെ അടിച്ചിട്ടിട്ട് വധുവിനെ തിരിച്ചെടുത്തുകൊണ്ട് വരുന്നു. ഇതുപോലുള്ള
വളരെ നിന്ദ്യമായ അഭിനയ പ്രകടനങ്ങളൊക്കെയാണ് പല വിവാഹങ്ങളിലും കാണുന്നത്. വധു കള്ളുഷാപ്പിൽ പോയി മേശയിൽ കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന് കള്ളടിക്കുന്നു, വരനടുത്ത് നോക്കി നിൽക്കുന്നു. ഈ രീതിയിലുള്ള ആഭാസങ്ങളിലേക്കാണ് ഇന്ന് ഹൈന്ദവ വിവാഹങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവരുടെ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രകടമായിട്ട് നമുക്ക് ഓരോരുത്തരും നമ്മൾ ഇടപഴകുന്ന സമൂഹത്തിൽ നിന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു കാലത്ത് ഇതിനെയൊക്കെ പ്രതീകമായി കണ്ടു. പക്ഷേ ഇതിനെ പരിഹസിക്കുന്നവരുന്നുണ്ട്. കാരണം ഒരു ചെണ്ടും നാരങ്ങയും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ബന്ധത്തെ സ്വാധീനിക്കുന്നതെന്ന് അതിനും കാര്യമുണ്ട്. ഇതേ ആളുകൾ തന്നെ എവിടെയെങ്കിലും ഒരു കൊലപാതകമോ പീഡനമോ നടന്നാൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ടൗണിൽ കൂടെ ജാഥ നടത്തും. ഇവിടെ മെഴുകുതിരി കത്തിച്ച് നടന്നതുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുകയോ കേസന്വേഷണം നടക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു പ്രതീകമായിട്ട് അവർ കാണുന്നത് പോലെ തന്നെ അതിലും ഉദാത്തമായിട്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭാരതത്തിൽ ഇതുപോലെ ആചരണങ്ങൾ നടത്തി ആ നടക്കുന്ന വിവാഹത്തിലെ വരനും വധുവിനും നന്മ ലഭിക്കാൻ വേണ്ടി, അവരുടെ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടാവാൻ വേണ്ടി, അവരുടെ ജീവിതം വിജയകരമായി ആനന്ദകരമായി പ്രത്യാശയോടുകൂടി സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥനയായി ചെലവഴിച്ചിരുന്നു. ആ വലിയൊരു സംസ്കാരത്തിൻ്റെ ആ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഇനിയും ഇതുപോലുള്ള ആചാരങ്ങൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഈ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മളുടെയും ബന്ധങ്ങളും സാമൂഹ്യ ജീവിതവും ഒക്കെ പവിത്രമാകാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.